നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ കയറി തൻ്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ യഥാർത്ഥമായ ഉപദേശം എന്താണെന്ന് താനെ പഠിപ്പിക്കണം. സുവിശേഷം 5 തുടങ്ങി 7 വരെയുള്ള അധ്യായം. അവിടെ സത്യത്തിലൊരു ആത്മീക ജീവിതം എന്താണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഞാനിപ്പം ആ 5-ാം അധ്യായം നമ്മൾ വായിച്ചു വന്നാൽ കർത്താവ് ചില രഹസ്യങ്ങൾ, ആത്മാവിലെ ദാരിദ്ര്യമാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. ഞാനൊരു ദരിദ്രനാണ്. സത്യത്തിൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ദൈവത്തോട് യാചകനാണ്. ആ യാചകനായ മനുഷ്യനെ ദൈവം തൻ്റെ മകനാക്കുന്നു. ദൈവത്തിന് വേണ്ടി യാചിക്കുന്നു. ആത്മാവിലെ ദാരിദ്ര്യം എന്താ? മനുഷ്യാത്മാവിൻ്റെ ദാരിദ്ര്യം. ഇത് പറഞ്ഞാൽ ആ ഭാഗങ്ങളെല്ലാം പറയാൻ നമുക്ക് പരിമിതമായ സമയത്തിനകത്ത് നിർത്തുവാൻ ആഗ്രഹിക്കണം. ചുരുക്കുക. അതിനകത്ത് നിന്ന് കർത്താവ് പറഞ്ഞു വന്നിട്ട് എന്താണ് ആ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ്റെ ജീവിതശൈലി എന്താണെന്ന് പറഞ്ഞ് താനെ വരികയാണ്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉപ്പിന് കാരമുണ്ടാകണം, അല്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞിട്ട് വിശ്വാസി എന്ന് പറഞ്ഞിട്ടല്ല കാര്യം, അതിന് ഒരർത്ഥമുണ്ടാകണം, ജീവനുണ്ടാകണം എന്ന് കർത്താവ് പറഞ്ഞ് അവിടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പിന്നെ ഉപദേശങ്ങൾ, കൂട്ടുകാരനെ സ്നേഹിക്കണം, ശത്രുവിനെ പകയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടന്മാരായി തീരേണ്ടത് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നിരീകരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ടിയായിട്ടുള്ള ഉപദേശങ്ങളാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് കർത്താവ് വന്നിട്ട് മനുഷ്യർ കാണത്തക്കവണ്ണം നിങ്ങളുടെ നീതിയെ അവരുടെ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. എനിക്ക് തന്നെ തോന്നിയാൽ പോരാ ഞാൻ നീതിമാനാണെന്ന് എനിക്ക് തോന്നണ്ട, മറ്റുള്ളവർക്കും തോന്നണ്ട. ദൈവത്തിന് ഞാൻ നീതിമാനാണെന്ന് തോന്നണം. ഇതാണ് കർത്താവ് പറയുന്നത്. ദൈവം എന്നെ നീതിമാനെന്ന് കണ്ടെന്നാൽ നിങ്ങൾക്ക് ഞാൻ നീതിമാനായിരിക്കും, എനിക്കും നീതിമാനായിരിക്കും. അതല്ലാതെ എനിക്ക് തോന്നുക നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു നീതി, എനിക്ക് തന്നെ സ്വയം ഇത് നിങ്ങൾ സൂക്ഷിക്കണം. തിരിച്ചറിയത്തില്ല. ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നാണ് കർത്താവ് പറയുന്നത്. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വേദികളിലും പോയിരുന്നുകൊണ്ട് നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണം. വലങ്കൈ ചെയ്യുന്നതെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒരു രഹസ്യ ജീവിതമാണ് ആത്മജീവിതം. ഹല്ലേലൂയ. പരസ്യമാക്കപ്പെടുന്നത് കർത്താവാണ്. നാം രഹസ്യമായി ദൈവത്തെ സേവിക്കുന്ന ഒരു ജീവിതമാണ്. 6 ദിവസം നമ്മിൽ ഒരു രഹസ്യ ജീവിതമുണ്ടായി. 7-ാമത്തെ ദിവസമാണ് നമ്മളിവിടെ പരസ്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വന്നത്. ഹല്ലേലൂയ. അപ്പൊ രഹസ്യ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പരസ്യമായി പ്രാർത്ഥിക്കാൻ കഴിയും. രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരാൾക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പിന്നെ വെച്ച് കെട്ടി പ്രാർത്ഥിക്കും. രഹസ്യ ജീവിതത്തിൽ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇവിടെ വന്ന് ബന്ധമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വിശാലമായിട്ട് ഓരോ ഭാഗങ്ങളും അടർത്തിയെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കർത്താവ് നയിക്കുന്നത് നമ്മുടെ രഹസ്യത്തിലുള്ള പിതാവുമായിട്ട് ബന്ധത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ബന്ധം അകത്തുനിന്ന് വരുന്നൊരു സന്തോഷമാണ്, അകത്തുനിന്ന് വരുന്നൊരു വിശുദ്ധിയാണ്, അകത്തുനിന്ന് വരുന്ന ഒരു സ്നേഹമാണ്. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും എന്താണ്, ഒരു ഇച്ചിരി കാര്യം മതി നമുക്കൊരു ഫലം വരാൻ, ഒരു ഇച്ചിരി പ്രശ്നം മതി നമുക്കൊന്ന് പിണങ്ങാൻ.
ഒരു ഇടർച്ച ഉണ്ടാകാൻ നമുക്ക് എത്ര സമയം വേണം? എന്താ കാരണം? അകത്ത് ദൈവസ്നേഹം ഇല്ലാത്തത്. അകത്ത് ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ പ്രശ്നത്തെ പോലും നമുക്ക് സഹിക്കുവാനോ വഹിപ്പാനോ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളെ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആത്മജീവിതം നയിക്കാൻ. നിങ്ങൾ എന്നിട്ട് കഥ പറയാണ് അതിൻ്റെ 5-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാര് ഒരു ആകരുത്. അപ്പൊ കപടഭക്തിക്കാര് പ്രാർത്ഥിക്കും അല്ലേ? കപടഭക്തിക്കാർ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതിനേക്കാൾ നല്ലത് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തൃക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. ആത്മീയ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനയുടെ ഒരു ചടങ്ങല്ല. ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിച്ചു, ഇല്ലെങ്കിൽ ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇത് ആത്മീയ ജീവിതമല്ല. ഇത് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വിജാതീയരെ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചിട്ട് പടത്തിൻ്റെയും വിഗ്രഹങ്ങളുടെയും മുൻപിലിരുന്ന് കൊണ്ട് അവർ പോകുന്ന സമയം മുതൽ തിരിച്ചു വരുന്നത് വരെ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, അപ്പന്മാരെ, സഹോദരങ്ങളെ എനിക്കറിയാം. അത് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രാർത്ഥനയല്ല, അത് കപടഭക്തിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വാതോരാതെ പ്രാർത്ഥിക്കും. നമ്മുടെ വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാതോരാതെ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മോട് പറയുന്ന പ്രാർത്ഥന കപടഭക്തിക്കാരെ പോലെ നിങ്ങളാകരുത്. ഇതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതൊക്കെ വിവരിച്ചെങ്കിലേ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ അത് പറയാതെ പോകും. ദൈവം അവസരം തന്നാൽ ഞാൻ ഇതിനിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് അവസരം കിട്ടുന്നാൽ അതേക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. രഹസ്യത്തിലുള്ള പിതാവിനോട് എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ് എപ്പോഴും രഹസ്യത്തിലുള്ള പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പോകുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന. ഇതൊരു റിലേഷനാണ്. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. അതുപോലെ പിതാവെ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഒന്നായിട്ടാണ് പോകുന്നത്. ഇവരും ഒന്നാകേണ്ടതിന് പിതാവുമായിട്ട്, പുത്രനുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് ഇവർ തമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മീയ ബന്ധമാണ് പ്രാർത്ഥന. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ചോദിച്ചാൽ അറിയാം. അബ്രഹാമിന്റെ പ്രാർത്ഥന അറിയാവുന്നത് കരകേർത്താണോ? അബ്രഹാം പ്രാർത്ഥനയിലുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയാമോ? അബ്രഹാം ദൈവസന്നിധിയില് രാത്രി മുഴുവൻ നിൽക്കുക. കർത്താവേ, സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരന്റെ മകൻ ലോത്തും കുടുംബം അവിടെയുണ്ട്. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ രാജ്യത്തെ നശിപ്പിക്കുമോ? ദൈവം പറയാ, ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. അബ്രഹാം പറയാ, കർത്താവ് 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ നശിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല, ഞാൻ നശിപ്പിക്കുന്നത്. കർത്താവ്, ഞാൻ ഒന്നുകൂടെ സംസാരിച്ചോട്ടെ.
40 നീതിമാന്മാരുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന കാണത്തില്ലാവാം. വിട്ടുപോട്ടെ, അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ, അത് ഉണ്ടായി വരട്ടെ കത്ത, തരണേ കത്ത, വരണേ കത്ത. ഇതൊക്കെ വ്യാജമാണ് സത്യത്തില്. നമുക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം, വേണം. സഭായോഗത്തിനോ മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടാനോ ഒക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ നമുക്ക് ദൈവമായിട്ട് ഉണ്ടാകുന്നില്ല. അബ്രഹാം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം അബ്രഹാമിനോട് സ്നേഹിതനോട് സംസാരിക്കുക. ഇതാ പ്രാർത്ഥന. കൈക്ക് പിടിച്ച് നിൽക്കുന്ന സ്നേഹിതനുമായിട്ട് കുശലം പ്രസരം ചെയ്യത്തില്ലേ? ഏറ്റവും നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട്. ഈ ലോകത്തിൽ നമുക്കൊരു ഇന്റിമേറ്റ് ആയിരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാകട്ടോ. നമ്മുടെ കർത്താവ് മാത്രം. വേറെ ആരും അവസരം കിട്ടിയെന്നാണ് നമ്മുടെ കാര്യമല്ല. ഞാൻ പറയുന്ന 68 വർഷത്തിന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇന്റിമേറ്റ് എന്ന് പറയാൻ അബ്രഹാം കർത്താവിനെ കൈപിടിച്ച് നിൽക്കുക. കർത്താവെ, അവിടെ പറഞ്ഞ് അബ്രഹാം ചോദിച്ചു, 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ രാജ്യത്തെ നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞു, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ രാജ്യത്തെ നശിപ്പിക്കത്തില്ല. നിങ്ങളിലെ ഒരു ചുമന്ന ഉള്ളി, ഹൃദയപൂർവ്വം ഒരു ചുമന്ന ഉള്ളി അയൽവക്കക്കാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നിന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കരുണ നിങ്ങൾക്കുണ്ടാകും. ഒരു ചുമന്ന ഉള്ളി, അത് കൂടി ഒന്നുമല്ല, 1 രൂപയോ അല്ലെങ്കിൽ 5 പൈസയോ 10 പൈസയോ വിലയൊക്കെ വലിക്കാം. നിങ്ങളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്ക് ഒരു ചുമന്നുള്ളി നിർബന്ധിച്ച് ചേച്ചി ഒരു ചുമന്നുള്ളി തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൊടുത്തു. ഇതുപോലെ ദൈവം ഓർക്കും. അതിൻ്റെ പേരൊരു കരുണ ദൈവം കണക്കിടും. ഇവിടെ അബ്രഹാം തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കണം. നിങ്ങൾ അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഒരു സ്നേഹിതനോട് എന്നവരുടെ അബ്രഹാം സംസാരിക്കുന്ന ദൈവമക്കളെ, ഇതാണ് പ്രാർത്ഥന. അവസാനം കർത്താവ് പറഞ്ഞു, അവിടെ 10 നീതിമാന്മാരും പോരുമില്ല. അബ്രഹാം വായടച്ചു. എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മറുപടി ഉണ്ടോ? പ്രാർത്ഥിക്കുന്ന കൊണ്ട് എല്ലാ പ്രാർത്ഥനയും ദൈവം ശ്രദ്ധിക്കുമോ? വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ പ്രാർത്ഥനയും, ചില പ്രാർത്ഥന ബൈബിൾ പറയുമ്പോൾ ദൈവത്തിന് വെറുപ്പാണ്. അവരുടെ പ്രാർത്ഥനയിൽ ദൈവം മുഖം തിരിഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. യെശയ്യാ 39 1, 2, 3 വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നവരുടെ പ്രാർത്ഥന എനിക്ക് വെറുപ്പാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. തിരിച്ചു പോയില്ല. ഈ കൂടാരത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങ് വന്നു. മുകളിലേക്ക് പോകാത്ത പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്ന, എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു എന്ന് ചിന്തിക്കരുത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും, ദൈവഭക്തനായിരുന്ന് അത് ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് നമ്മൾ അറിയണം. പ്രാർത്ഥന ജീവിതമാണ് ആത്മീയ ജീവിതം. ഇത് വൈകിട്ട് ഒരു 10 മിനിറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചതല്ല. അതൊരു ചടങ്ങാണ്. ഇതൊരു പേഴ്സണൽ റിലേഷനാണ്. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞ പേര്, അബ്രഹാം കൊടുത്ത പേരെന്താ? എന്റെ സ്നേഹിതനായ അബ്രഹാം. ദൈവം ആഗ്രഹിക്കുന്നത് പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് കർത്താവ് പറയുക, ഇനി മുതൽ ഞാൻ നിങ്ങളെ പറയുന്നത് എൻ്റെ സ്നേഹിതന്മാരെന്നാണ്. യേശുവുമായിട്ട് ഒരു ഫെലോഷിപ്പ് എന്ന് പറഞ്ഞത്, ഫെലോഷിപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞത്, നമ്മുടെ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങ് വഞ്ചിക്കപ്പെട്ട ലോകത്തിലാണ്. ഇതാണോ ഇങ്ങനെ വരുന്നതാണോ കൂട്ടായ്മ? ഹൃദയം ഒന്നുമില്ല, ഒരു മനസ്സ് രാഗത്തിരിക്കുന്നൊക്കെ കണ്ടെന്നാൽ കർത്താവ് സങ്കടപ്പെട്ട് കരയും. നമ്മുടെ അകത്തിരിക്കുന്ന, എന്നിട്ട് നമ്മൾ കൂട്ടായ്മക്കാരാണെന്നൊക്കെ അങ്ങ് എന്ത് ബന്ധം? അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഹൃദയപൂർവ്വം എൻ്റെ ഹൃദയപ്രകാരമാണ് ഞാൻ ഇയാളെ സ്നേഹിക്കുന്നതെന്ന് പറയാൻ എത്ര പേർക്ക് തമ്മിൽ കഴിയും? എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ കർത്താവുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? കർത്താവ്
കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എൻ്റെ സഹോദരനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകത്തില്ലേ? കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച എന്ത് സംസാരിച്ചു? കർത്താവിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? കൊരിന്ത്യർക്കെഴുതി 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാ നാമോ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിന്റെ മനസ്സ് ആകാശവും ഭൂമി ഉണ്ടാക്കിയ മഹാദൈവത്തിന്റെ പുത്രന്മാരെന്ന് മാത്രമല്ല സ്നേഹിതന്മാരാണ് ഞാൻ നിങ്ങൾ എന്ന് വെച്ചെന്നാൽ ഹല്ലേലൂയ. ഈ പ്രാവശ്യം വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ലെങ്കിലും വലിയ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും മോദി തന്നെയാണ് പ്രധാനമന്ത്രി, അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിവ്. അദ്ദേഹത്തിന്റെ സ്നേഹിതനാണെങ്കിലുള്ള ഗുണം എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയായിരിക്കും? മോദിയുടെ സ്നേഹിതനാണ് നിങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ സ്നേഹിതനാണ് നിങ്ങളെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി? നിങ്ങൾ രാഹുൽ ഗാന്ധിയായിട്ട് വിളിക്കുന്നൊന്നുമില്ലേ? അവസരം കിട്ടിയെന്ന് പിന്നെ ഒരു മെസ്സേജ് അയക്കും, ഹലോ രാഹുൽ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. സംസാരിക്കാൻ വേണ്ടി കൊതിയ, എനിക്ക് അദ്ദേഹത്തെ കാണാൻ കൊതിയ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അദ്ദേഹം ഇങ്ങനെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്തൊരു കരച്ചില്! നമ്മൾക്കറിയാം, ഇന്ത്യ കണ്ടതില് മഹാന്മാരുടെ ആയിരിക്കുന്ന കുടുംബമാണ്, കുടുംബത്തിൽപ്പെട്ട മക്കൾ അത്ര മഹാന്മാരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ കുതിക്കുന്നു. നമുക്കതും വേണ്ട. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്റ കാണാൻ എന്ത് കൊതിയാ നിങ്ങൾക്കല്ലേ? പാസ്റ്റർ വന്നിരുന്നെങ്കിൽ, പാസ്റ്റടുത്തൊന്ന് പോയിരുന്നെങ്കിൽ, അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. മുകളിലെ ആ ബന്ധം നഷ്ടപ്പെട്ടാൽ സഹോദരനെ കാണാൻ ഇഷ്ടപ്പെടത്തില്ല, സഹോദരനുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടല്ല, പല നാളുകൾ കൊണ്ടാണ്. അതും ഞാനിപ്പോൾ പറയുന്നില്ല. പ്രിയരെ, ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതൊരു വ്യക്തിബന്ധമാണ്, ഒരു സുഖബന്ധമാണ്. ഇതാണ് ഫെലോഷിപ്പ്. നിങ്ങൾ യഥാർത്ഥത്തിൽ പെനിയ കൂട്ടായ്മക്കാരാണോ? ദൈവസഭയുടെ കൂട്ടായ്മയിലുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകണം. നേരിട്ട് അബ്രഹാം ചോദിക്കുക, അബ്രഹാമിന്റെ അടുക്കൽ വന്ന് ദൈവം പറയുക, എന്റെ സ്നേഹിതനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ദൈവം പറയുക, എന്റെ സ്നേഹിതനോട് പറയാതെ, അബ്രഹാമിനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് ഇന്റിമസിയോടെ സ്നേഹിക്കാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളാണ്. എന്നെ ഒരു കരികല എടുത്ത് മാറ്റണമെങ്കിൽ അവളോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. കാരണം എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അവളാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഫ്രണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വിശ്വസിക്കാമോ? നിങ്ങളുടെ ഭർത്താവിനെ വിശ്വസിക്കാമോ? നിങ്ങളുടെ കൂട്ടായ്മക്കാരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? പക്ഷേ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. ദയവായിട്ട് ആരോടും പറയരുതേ, രഹസ്യമാണ്. സഭയ്ക്കകത്ത് ആരും അറിയരുത്. എല്ലാം നടന്നു കഴിഞ്ഞിട്ട് പറയുന്നത്, ഞങ്ങൾ കർത്താവിന്റെ മക്കൾ. ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ കൂട്ടായ്മക്കാരാണ്, രഹസ്യങ്ങൾ കൊണ്ട് നടക്കുന്നവർ. അവർക്ക് അബ്രഹാമിന് ഒരു രഹസ്യവും ഇല്ല. അബ്രഹാമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അബ്രഹാം പഴയ നിയമഭക്തനാണെന്ന് ഓർത്തോളാം. ദൈവം നേരിട്ട് വന്ന് എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയാതെ ഞാനൊന്നും, അങ്ങനെയാണോ മോളെന്നെ കുറിച്ച് കർത്താവ് പറയുന്നത്? എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയുന്ന പോലെ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവിനെ തന്ന പുത്രന്റെ ചോര കൊണ്ട് വേണ്ടേട്ട പിന്നെ എന്റെ സ്നേഹിതൻ എന്ന് ദൈവം പറയുമോ? അതുപോലെ സംസാരിക്കുമോ ദൈവം? ദൈവം അന്ന് രാത്രി ഇന്നലെ രാത്രി എന്ത് സംസാരിച്ചു? കഴിഞ്ഞ ഒരാഴ്ച എന്ത് സംസാരിച്ചു? ഹല്ലേലൂയ. എങ്ങനെ ദൈവം സംസാരിക്കുന്നത്? അന്ന് നേരിട്ട് അബ്രഹാമിന്റെ അടുക്കൽ ഒരു 3 ദൂതന്മാരാണ് വന്ന് പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് ചുറ്റും ദൂതന്മാർ, നമുക്ക് 2 ദൂതന്മാർ കുറഞ്ഞ പക്ഷമുണ്ട്, നമ്മൾ കാണുന്നില്ല.
ദൈവം തൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി സംസാരിക്കുന്നത്. തൻ്റെ വചനത്തിലൂടെയാണ്. വചനത്തിനകത്ത് അറിവുണ്ട്, വചനത്തിനകത്ത് അരുളപ്പാടുകളുണ്ട്. അപ്പം അരുളപ്പാടുകൾ ദൈവശബ്ദമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിയും. അല്ലാണ്ട് വചനത്തിൽ നിന്നും വായിച്ചിട്ട് എല്ലാം അങ്ങനെ തന്നെയാണെന്ന് പറയുന്നതല്ല. ദൈവം എന്നോട് സംസാരിക്കുന്ന ആത്മാവിൻ്റെ വാക്കുകളായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയണം. ദൈവത്തിന് ദൈവദാസന്മാരിലൂടെ ദൈവം സംസാരിക്കും. ഇതിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് എനിക്ക് അല്ലാണ്ട് ഒരു തോന്നലല്ല ദൈവമക്കളെ ഞാൻ പറയുന്നത്. ഒരു തോന്നല്. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ അത് നല്ലതാ, ഇത് നല്ലതാ എന്ന് പറഞ്ഞ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതെൻ്റെ വിചാരം ആത്മാവിലാണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഒരിക്കലും ആത്മാവിലല്ല. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് ചിന്തിച്ച് ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നു. ഇതങ്ങനല്ല. ദൈവാത്മാവിനാൽ എനിക്ക് ബോധ്യപ്പെടണം. ഞാൻ കാത്തിരിക്കണം. ഞാൻ പെട്ടെന്ന് പോകണം. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന ഞാൻ പറഞ്ഞു ഒരു സ്നേഹബന്ധമാണ്, സ്നേഹിതനുമായിട്ടുള്ള ഒരു നടപ്പാണ് കൂട്ടായ്മ എന്നുള്ളത്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവ് പറഞ്ഞത് കപട ഭക്തിക്കാർ പ്രാർത്ഥിക്കുന്ന പോലെ. ഞാൻ പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള നമ്മുടെ 130 കോടി ജനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അല്ലേ? ഇതിനകത്ത് പ്രാർത്ഥിക്കാത്ത എത്ര പേര് വേണം? പ്രാർത്ഥിക്കാത്തവർ ചുരുക്കം പേരെ പ്രാർത്ഥിക്കാത്തവർ. അവരവരുടെ ദൈവത്തോട്, അവരവരുടെ ഈശ്വരനോട് ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരാണ്. അവരൊക്കെ പറയുന്നതാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് ഞങ്ങൾക്ക് ഈ നന്മയെല്ലാം കിട്ടിയത്. എനിക്കൊരു മകനില്ലായിരുന്നു, 25 വർഷം കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം കേട്ടതാണ്. അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 25 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞിനെ കിട്ടി. അവർ ദൈവത്തിന് നേർച്ചകളും കാഴ്ചകളൊക്കെ കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ കേൾപ്പാനായിട്ട് ഇടയായി തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവസ്നേഹത്തിന് ഒന്ന് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. ദൈവമക്കളായി നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. ഒന്ന്, നീ ഭൂമിയിലാണെന്ന് മറക്കരുത്. അങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വണ്ണം എങ്ങനെ പറയുന്നത്? ഞാൻ ഭൂമിയിലാണെന്നും ഇത് താൽക്കാലിക ലോകമാണെന്നും എൻ്റെ ശരീരം താൽക്കാലികമാണെന്നും എൻ്റെ ദൈവം സ്വർഗസ്ഥനാണെന്നും സ്വർഗത്തിൽ വാസം ചെയ്യുന്നവനാണ് ദൈവമെന്നും ദൈവം ഉന്നതനാണെന്നും ഞാൻ അറിയണം. ഇതറിയാതെ പ്രാർത്ഥിക്കാം. ഇതറിയാതെ പ്രാർത്ഥിക്കാം. ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ ഒരാളോട് കൂട്ടായ്മ കൂടി നടക്കുമ്പോൾ അവൻ ആരാണെന്നൊന്ന് അറിയട്ടെ. എന്തെല്ലാം കഴിവുണ്ടെന്ന് അറിയട്ടെ. എന്തെല്ലാം കഴിവുണ്ട് നമ്മുടെ ദൈവത്തിന് അറിയാം. എന്തെല്ലാമാണ് ദൈവത്തിന്റെ സ്വഭാവം അറിയാം അല്ലേ? അറിയാത്തവർ പ്രാർത്ഥിക്കാം. എങ്ങനെ? കർത്താവേ ഒന്ന് ഇടപെടണേ. എന്തായോ ഇന്നലെ നിങ്ങൾ വന്നെന്നെ കുറച്ച് പണ്ടതാണ്. ഞാൻ ചെയ്യാത്ത കാര്യമോ കുറ്റങ്ങളോ ഒക്കെ പറഞ്ഞു. എനിക്കങ്ങ് സങ്കടം, ദേഷ്യം എല്ലാം കൂടെ കയറി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കർത്താവേ നീ ഒന്ന് ഇടപെട്ടേ പറ്റും, നീ ഒന്ന് ഇടപെട്ടു പണി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്നെ ഇടപെട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ആരാണെന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇരുന്നങ്ങോട്ട് പറ്റും. കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോസിറ്റു പോകുന്ന വഴിക്ക് എൻ്റെ ബൈക്കൊന്നും മറിഞ്ഞ് എൻ്റെ കാലെന്ന് ചിത്തൂരി പോയി. കേട്ടമാണ് ദൈവം ഇടപെട്ടു. ഇവരുടെ ദൈവത്തെ കാണുന്നത് ആരായിട്ടാണ്? ചിന്തിക്കണേ. നമ്മളുടെ ഇങ്ങനെയാ പറഞ്ഞു, നീ വിചാരിച്ചു ഞാൻ നിന്നെ പോലെയുള്ളവനാണ്, നിന്നെ പോലത്തെ സ്വഭാവമാണ് ഞാനെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് പലരും ദൈവത്തെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലാണ് കാണുന്നത്. മനുഷ്യനെ പിന്നെ ബഹുമാനിക്കും. ഇത് അതുപോലുമില്ല. ഞാൻ ഇച്ഛിക്കുന്നത് എല്ലാം അങ്ങ് നടക്കണം. അതിന് കർത്താവെ
കർത്താവിന് ഇടപെട്ടേ പറ്റൂ. അത് മകന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും, അത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? ദൈവത്തിന്റെ സ്വഭാവം അറിയണമെങ്കിൽ പിതാവ് ആരാണെന്ന് അറിയണം, പുത്രൻ ആരാണെന്ന് അറിയണം, പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയണം. യേശുവാണ് ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി വന്ന, ഈ ലോകത്തിൽ വന്ന ദൈവത്തിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞ യേശുവാണ്. യേശുവിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുക. യേശു ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി. നമ്മളാണ് ഇന്ന് ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത്. നമ്മളെ കണ്ട ദൈവത്തെ കാണുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ 2024 ആണ്ട് ഇന്ന് ജൂൺ മാസം 9-ാം തീയതിയായി. ഇതുവരെ ഒരാളെ സത്യദൈവത്തിലേക്ക് നയിപ്പാൻ നിങ്ങളുടെ ദൈവത്തിന്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തോടു കൂടി നടക്കുന്ന നിനക്ക് കഴിഞ്ഞു? ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ, ഒരാളെ സഭയ്ക്കകത്ത് കൂട്ടിക്കൊണ്ടുവരുവാൻ, അവരെ സുവിശേഷം വലിച്ചിട്ട് പോക്കുകയല്ല, ഏതെങ്കിലും സഭയിൽ കൊണ്ടുവന്നാക്കണം. ഏതെങ്കിലും ഈ 26 മാസം തീരാൻ പോകുന്നു. ഈ 6 മാസത്തിനുള്ളിൽ എത്ര ദിവസം സുവിശേഷത്തിന് വേണ്ടി നീ മാറ്റി വെച്ചിട്ടുണ്ട്? കർത്താവിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് ഒരുപാട് വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ശുശ്രൂഷ രംഗത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ കർത്താവിനെ ചോദിച്ചു, കർത്താവേ എന്താ ഇങ്ങനെ? എന്നോട് എൻ്റെ പ്രാണപ്രിയനായ കർത്താവ് പറഞ്ഞു, ഇത് നിന്നെ പണിയാനാണോ പറഞ്ഞത്? കർത്താവ് ഇനി എന്തെന്നെ പണിയാനുള്ളത്? ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എനിക്ക് നിന്നെ ദീർഘക്ഷമ പഠിപ്പിക്കണം, എനിക്ക് സഹിഷ്ണുത പഠിപ്പിക്കണം. ഞാൻ ചോദിച്ചു, കർത്താവെ പഠിപ്പിക്കാൻ ഈ പാവപ്പെട്ട ദൈവമക്കൾ നരകത്തിൽ പോണ്ട കാര്യമുണ്ടോ? എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉടനെ പറഞ്ഞു, നീ അവർക്ക് സ്നേഹം കൊടുക്കണം, നീ ക്ഷമിക്കണം, നീ സഹിക്കണം. എന്നിട്ട് നിന്നെ പോലെ അവരുടെ ബലഹീനതയെ മനസ്സിലാക്കി. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന കാര്യം അറിയാമോ? ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഞാൻ കാണുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യന് ദൈവവുമായിട്ട് അകന്നു നിൽക്കുന്ന ശത്രുത കണ്ടിട്ടാണ് ഞാൻ കർത്താവിനോട് കരയുന്നത്. നിങ്ങളുടെ ആത്മാവ് നരകത്തിൽ പോയാൽ എന്നോട് ചോദിക്കും, എന്ത് കാരണം കൊണ്ടാകട്ടെ, നിങ്ങളുടെ ആത്മാവ്, ഒരാളുടെ ആത്മാവ് നരകത്തിൽ പോകാനാണെങ്കിൽ കർത്താവ് ചോദിക്കുന്നത്, ഒരാള് നരകത്തിൽ പോകാൻ ഇടയായിരുന്നു, നീ അവരോട് സ്നേഹിക്കാഞ്ഞിട്ടോ, നീ അവരോട് പറയാഞ്ഞിട്ടോ ആണെങ്കിൽ അവരുടെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, നിന്റെ ചേട്ടനുണ്ടല്ലോ, നിന്റെ അനിയനുണ്ടല്ലോ, നിന്റെ ചേച്ചിയുണ്ടല്ലോ, നിന്റെ സഹോദരനുണ്ടല്ലോ, നിന്റെ അയൽക്കാരനുണ്ടല്ലോ, എങ്ങനെ നീ സത്യം പറയാതെ നരകത്തിൽ പോയാ അവിടെ ചെന്നെങ്കിൽ സന്തോഷിക്കാമെന്നൊക്കെ വിചാരിച്ചെന്നാൽ ഇവര് നിന്നോട് ചോദിക്കും, എവിടെ നിന്റെ സഹോദരൻ, എവിടെ നിന്റെ ജ്യേഷ്ഠൻ, എവിടെ നിന്റെ ചേച്ചി, എവിടെ നിന്റെ അമ്മായി, എവിടെ നിന്റെ അമ്മാവൻ? ചോദിക്കുക കർത്താവ് കേട്ടോ, ചോദിക്കൂ. ആത്മാക്കൾ എത്ര പേരെ നേടണം, ആവോളം ജോലിയണം, കുടുംബം പോറ്റണം, കഠിനാധ്വാനിയാണ്. പക്ഷെ ആത്മാക്കൾക്ക് വേണ്ടി പോരാടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്വത്തിലേക്കാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്. അപ്പം ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവന്റെ സർവശക്തി എന്ന് നമ്മൾ പറയും. ദൈവ സർവശക്തനാണ്. സത്യത്തെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവ സർവശക്തനാണ്. വെറുതെ പറയല്ലേ നമ്മൾ ദൈവ സർവശക്തനാണെന്നൊക്കെ പറയുന്നത്. നമ്മുടെ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ സർവശക്തിയെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദൈവം സർവശക്തനാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്ത വിധത്തില് ഒരു കഷ്ടത എനിക്ക് ഇപ്പം ഒരു വ്യക്തി എന്നെ വന്ന് ഉപദ്രവിക്കുക. ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഒരാൾ വന്ന് എന്നെ ഉപദ്രവിക്കുക.
ഞാനങ്ങ് ചോദിക്കുക, കർത്താവ് നിനക്ക് കാണാൻ വയ്യായിരുന്നോ? നിന്റെ ദൂതന്മാരില്ലായിരുന്നോ? ഒന്ന് അയച്ചുകൂടായിരുന്നോ? എന്നെ ഇവിടുന്ന് വിടുവിച്ചുകൂടായിരുന്നോ? എന്നെ ഈ കഷ്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ചോദിക്കുന്ന വ്യക്തിയാണ് വിചാരിച്ചോ നിങ്ങൾ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ദൈവം സർവശക്തനല്ലെന്നാണ്. ദൈവം സർവശക്തനല്ലെന്നാണ് ഞാൻ. എന്നെ വിടുവിച്ചുകൂടായിരുന്നോ? എന്നെ ഒന്ന് രക്ഷിക്കാൻ വയ്യ, എന്നെ രക്ഷിക്കണേ. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ മനസ്സും ശരീരവും ആ ദുഷ്ടന്മാരുടെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അവർക്ക് കർത്താവ് എങ്ങനെ ഒരു കർണത്തോടെ അടിക്കുമ്പോൾ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണം. ദൈവ സർവശക്തനാണ്. ഞാൻ ഈ കർണത്തിന് അടിക്കുമ്പോൾ തന്നെ അവൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ടെണ്ണം കർത്താവ് കൊടുത്തുകൂടെ? ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേടി വേണം കാണാൻ. ദൈവത്തിന് എല്ലാം കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യുക. ഇപ്പം ഇവിടുന്ന് കേട്ട് ചിന്തിക്കുക. ദൈവത്തിൻ്റെ സർവശക്തിയെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യാക്കോബ് ദൈവ സർവശക്തനാണ് അപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ്റെ അപ്പനെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സർവശക്തി. അവസാനം ചേട്ടനെ കബളിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 12 മുതൽ പിന്നെ നിങ്ങളത് വായിച്ചു നോക്കുക. അപ്പനെ കലിപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, ഓടിപ്പോയിക്കോ, നിന്റെ ചേട്ടൻ നിന്നെ കൊന്നുകളയോ എന്ന് പറഞ്ഞു. ഓടിപ്പോവുക. പിന്നെ ചെറുപ്പമാണ്. അവിടുന്ന് ഓടിപ്പോകുന്ന വഴിക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം ചെന്ന് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് രാത്രിയായിപ്പോയി. സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ ദൈവത്തെ വിട്ട് ഓടിപ്പോവുക. കാരണം എന്താ? ചേട്ടനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു. കയ്യിരിപ്പാണ് പ്രശ്നം, കയ്യിരിപ്പാണ് പ്രശ്നം. ഓടിപ്പോകുന്ന വഴിക്ക് ഞാൻ നിർത്തട്ടെ, ചുരുക്കുക. കോവണിയിൽ കൂടെ ദൂതന്മാർ കയറുക ഇറങ്ങുകയും ചെയ്തു. സ്വപ്നം കാണുക. പെട്ടെന്ന് എഴുന്നേറ്റ്, വാസ്തവമായി ദൈവത്തിന്റെ നിവാസമാണിത്, ദൈവമാണ് കയറുക ഇറങ്ങുകയും ചെയ്തത്. യാക്കോബിന് മനസ്സിലായി. യാക്കോബ് ദൈവത്തോട് പറഞ്ഞ വാക്കെന്നറിയാമോ? പോകുന്ന വഴിക്ക് എന്നെ കൂടെ ഇരിക്കണം. അപ്പൊ ഇത്രയും നേരത്തെ ചോദിച്ചുകൂടായിരുന്നോ? ഇല്ല. നേരത്തെ ചോദിക്കാതെയാണ് ചേട്ടനെ പറ്റിച്ചത്. നേരത്തെ ചോദിക്കാതെയാണ്, ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെയാണ് അപ്പനെ പറ്റിച്ചത്. എന്നിട്ട് പറയുക, ദൈവം എൻ്റെ കൂടെ ഇരിക്കണം, ദൈവം എന്നെ കൈപിടിക്കണം, ദൈവം എനിക്ക് ഭക്ഷണം തരണം, ദൈവം എനിക്ക് പാർപ്പിടം തരണം, എന്നെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തണം. നിങ്ങൾ ഈ പ്രാർത്ഥന എന്ത് പറയും? ഈ പ്രാർത്ഥന നിങ്ങൾ എന്ത് പറയും? പ്രാർത്ഥനയെ കുറിച്ച് ഇതാണ് ജലത്തിന്റെ പ്രാർത്ഥന. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിനക്കൊരു യാഗപീഠം പണിയും. എന്താ തീരുമാനം? ഞാൻ എന്ത് ചെയ്യും? ഞാൻ ജോലിക്ക് കയറി ആദ്യം കിട്ടുന്ന ശമ്പളം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കിട്ടുന്നതിന്റെ 25% ഞാൻ ദൈവവേലയ്ക്ക് കൊടുക്കും. ഭയങ്കര തീരുമാനം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ യാഗപീഠം പണിയും, തിരിച്ചു വരുമ്പോൾ ഞാൻ കിട്ടുന്നതിന്റെ എല്ലാം ദശാംശം തരും, കിട്ടുന്നതിന്റെ എല്ലാറ്റിൻ്റെയും ദശാംശം തരും. യാക്കോബ് പോയ പോക്ക് ദൈവം എന്ന് പറഞ്ഞോ യാക്കോബിനോട്? ഹലോ, ദൈവം യാക്കോബിനോട് പറഞ്ഞോ? ദൈവം ഒന്നും പറഞ്ഞു മിണ്ടിയില്ല. യാക്കോബിനോട് മിണ്ടാതെ വിട്ടു. അല്ല, ഇത് യാക്കോബ് പറയുന്നതിന് മുമ്പ് ദൈവം പറയുന്നു. എന്താ ദൈവം പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ നടത്തും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും, നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തും. പക്ഷെ യാക്കോബിന് തൃപ്തിയായില്ല. യാക്കോബ് തൻ്റെ ബുദ്ധിയിൽ നിന്നും പ്രാർത്ഥിച്ച പ്രാർത്ഥന, അവന്റെ വിചാരം ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ശക്തിയിൽ പറഞ്ഞാൽ പോരാ. ഞാനിങ്ങനെ നേർച്ച കൊടുക്കുമ്പോൾ, ഞാനിങ്ങനെ ദശാംശം കൊടുക്കുമ്പോൾ, ഞാനിങ്ങനെയൊക്കെ യാഗപീഠം പണിയുമ്പോൾ ദൈവം പ്രസാദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റായ ഒരു ധാരണയാണ്. ദൈവത്തിന് യാക്കോബിനെ കുറിച്ച് പദ്ധതിയുണ്ട്. നീ അവിടെ പോയി അമ്മായിയപ്പനെ കൽപ്പിക്കുമെന്ന് കർത്താവിനറിയാം. നിന്നെ മാറ്റാൻ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ നടക്കത്തില്ലെന്ന് കർത്താവിനറിയാം. നിന്റെ അപ്പൻ ഉപദേശിച്ചാൽ, അമ്മ ഉപദേശിച്ചാൽ നീ നന്നാകത്തില്ലെന്ന് കർത്താവിനറിയാം. നിന്നെ പിടിക്കേണ്ടടുത്തിട്ട് പിടിക്കാൻ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് അതും അറിയത്തില്ല, ചിലർക്ക് അങ്ങനെ പിടിച്ചാൽ അറിയത്തില്ലെന്നുള്ള. അങ്ങനെ പോയി അമ്മായിയപ്പനെ കൽപ്പിച്ചിട്ട് തിരിച്ചു വരിക. വരുമ്പോ എങ്ങനെ വരുന്നത്? ദൈവം കൂടെയിരുന്നു. അവൻ ചോദിച്ചതുപോലെ
അതിനും അധികം ദൈവം വലിയ കൂട്ടങ്ങളാക്കി തീർത്തു. ബേഥേൽ എന്ന് പറയുന്ന സ്ഥലം യാക്കോബ് മറന്നുപോയി. ഇപ്പൊ യാക്കോബ് പോയി തമ്പടിച്ചിരിക്കുന്ന ശേഖേമില. എന്ത് സംഭവിച്ചു? ഒറ്റ മകളെ ദീനാമ നശിപ്പിക്കപ്പെട്ടു. പറയുന്നത് ശ്രദ്ധിക്കണം. നാം ദൈവത്തോട് കാണിക്കുന്ന പ്രവൃത്തികൾക്ക് നമ്മുടെ തലമുറയെ ശത്രു കൊണ്ടുപോകും. നമ്മുടെ തലമുറയെ നിങ്ങൾ എഴുതിയിട്ടുണയത്. നിങ്ങൾ എന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയാൽ നിന്റെ തലമുറയുടെ അടുക്കലേക്ക് കത്തിയുമായിട്ട് വാളും കൊണ്ട് പിശാച് വന്നിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തോട് അകന്നു പോയാൽ ശത്രു നിന്റെ മക്കളെ കൊണ്ടുപോകും. ഏത് പുസ്തകത്തിന്റെ അനേക ഭാഗങ്ങൾ എനിക്ക് നിങ്ങൾ പറയാൻ പറ്റും. ദീനാമ്മയെ കൊണ്ടുപോയി. ഇപ്പോഴും ശിമയോനും ലേവി ശപിക്കപ്പെട്ടവരായി തീർന്നു. ശിമയോനും ലേവിയും ശപിക്കപ്പെട്ടവരായി തീർന്നു. എന്താ കാരണം? ഇന്റിമസി ദൈവത്തോടില്ല. ദൈവത്തിന്റെ സർവശക്തി എന്താണെന്ന് അവൻ അറിയത്തില്ല. യാക്കോബ്, നിന്നെ അനുഗ്രഹിക്കാൻ ഈ കാപട്യം വല്ലതും കാണിക്കണോ? നീ പദ്ധതി വല്ലതും ചെയ്യണോ? നിന്നെ കുറിച്ച് എനിക്കല്ലേ പദ്ധതി? എന്തിന് നീ ഇവിടെ കിടന്ന് ഇടറുന്നു? നീ എന്തിനിവിടെ കിടന്ന് നിലവിളിക്കുന്നു? നീ എന്തിന് വാവിട്ട് കരയുന്നു? നീ എന്തിന് ഭയപ്പെടുന്നു? നീ എന്തിന് ചേഷ്ടനെ ചതിക്കുന്നു? നീ എന്തിന് അപ്പനെ ചതിക്കുന്നു? വല്ല ആവശ്യമുണ്ടോ? പക്ഷെ പ്രാർത്ഥനക്കാരൻ ഭയങ്കര പ്രാർത്ഥനയാണ്. കയ്യിരിക്കുന്ന മുഴുവൻ എന്താ? കയ്യിരിക്കുന്ന മുഴുവൻ സൂത്രങ്ങളാണ്. ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. എന്നിട്ട് അങ്ങ് സ്വന്തമേ സഹായിക്കണമേ, ഇപ്പം പറഞ്ഞേ, ഇപ്പം വിടുവിക്കണമേ. അവന്റെ സർവശക്തിയെ തിരിച്ചറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. രണ്ട്, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാത്ത ഈ മനുഷ്യൻ അവസാനം വന്ന ദൈവം എന്ത് ചെയ്തു? യാക്കോബിനെ ഒടുക്കം വന്ന് തന്റെ ജ്യേഷ്ഠന്റെ മുമ്പിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സമയത്ത് യാബോക്കിൽ വെച്ച് അക്കരയ്ക്കല്ല കടത്തി. 32-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 32-ാം അധ്യായത്തിൽ വായിക്കുന്നു, അക്കരെ കടത്തിയിട്ട് യാക്കോബ് ഒറ്റയ്ക്ക് ദൈവത്തോടുകൂടെ ഇരുന്നു. അവൻ മനസ്സിലാക്കി, ഞാൻ ഈ നേടിയതെല്ലാം ദൈവം തന്നതല്ല, ദൈവം അനുവദിച്ചെന്ന് മാത്രമേ. ഇതിനകത്തൊന്നും അനുഗ്രഹമില്ല. അന്ന് അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലായിരുന്നു. പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. യാക്കോബ് കരയാത്ത ഹോശേയ 12-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുക. അതിന്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, അവൻ കരഞ്ഞു. ഇവിടെ എന്താ കരഞ്ഞത്? ചുമ്മാ വന്നില്ലേ, കാര്യം കാണാൻ വേണ്ടിയുള്ള കരച്ചിലല്ലായിരുന്നു. പാപത്തെ ഓർത്തവൻ കരഞ്ഞു. അവന്റെ ലംഘനങ്ങളെ ഓർത്തവൻ കരഞ്ഞു. അവന്റെ അതിരുവിട്ട ജീവിത ശൈലി ഓർത്ത്, അവന്റെ സൂത്രങ്ങളെ ഓർത്തവൻ കരഞ്ഞു. കരഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, എനിക്ക് നിന്നെ വേണം. അന്ന് അവൻ ദൈവത്തെ കണ്ടെത്തി. യഥാർത്ഥ പ്രാർത്ഥനക്കാരനെ കിട്ടുന്നത് ദൈവ സാന്നിധ്യമാണ്. യഥാർത്ഥ പ്രാർത്ഥനക്കാരനെ കിട്ടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അബ്രഹാമിന്റെ കൊച്ചുമോനാണ്. ദൈവവുമായിട്ട് സ്നേഹിതനായിട്ട് നടന്നിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക് ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ച അപ്പന്റെ മകനാണ് ഈ സൂത്രക്കാരനായി തീർന്നത്. നാളുകൾ കൊണ്ട് ഇവൻ ദൈവത്തെ അവന്റെ ബുദ്ധിക്കകത്ത് കയറ്റിവെച്ചു. ഇനി അങ്ങോട്ട് കിട്ടിക്കോളും, പ്രാർത്ഥിച്ചാൽ മതി. ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നാൽ കിട്ടിക്കോളും. ഹല്ലേലൂയ. അവസാനം കിട്ടിയത് നമുക്കറിയാം, സ്വസ്ഥതയില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത, തേജസ്സില്ലാത്ത അനുഗ്രഹം. അത് ഭൂമിയിലുള്ളതാണ്. ഭൂമിയിലുള്ളതൊന്നും അനുഗ്രഹമല്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും എന്ത് നേടിയാലും അത് താൽക്കാലികമാണ്, അത് അനുഗ്രഹമല്ല, അത് ക്ഷണികമാണ്. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ആത്മീയമായ അനുഗ്രഹങ്ങളാണ്. അത് ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഭൂമിയിലുള്ളത് വേണ്ടേ നമുക്ക്? ആത്മീയമായത് അവന്റെ രാജ്യനീതി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ കാര്യം, യാക്കോബിനെ 12 മക്കളെ കൊടുക്കണം ദൈവത്തിന് പദ്ധതിയില്ലേ? യാക്കോബിന്റെ മക്കളിൽ ഒരാള് രാജാവാകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയില്ലേ? ഒരാളുടെ കുടുംബത്തിൽ രാജാവ് ഉണ്ടാകണമെന്നും ഒരാള് മിസ്രൈമിൽ പോകണം ദൈവത്തിന് പദ്ധതിയില്ലേ? ഇതൊന്നും യാക്കോബേ നിന്റെ ഈ സൂത്രങ്ങൾ കൊണ്ടല്ല, നിന്റെ ഈ ബന്ധപ്പാട് കൊണ്ടല്ല. ഇതിന്റെ പിന്നിൽ നീ ദൈവത്തെ ഒന്നറിയണം. ദൈവത്തിന്റെ സർവശക്തി എന്താണ്? അവന്റെ സർവജ്ഞാനം
അടിസ്ഥാനത്തിൽ യാക്കോബിൽ നിന്ന് വേണം ഒരു മശിഹ ഉണ്ടാകാൻ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതിനു വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സ്വർഗസ്ഥനാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. 2, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഞങ്ങളെന്ന് പറയാത്തവർക്ക് പറ്റും. ഞങ്ങളെന്ന് പറയാൻ എത്രവർക്ക് പറ്റും? ഞങ്ങളുടെ പിതാവ്. എല്ലാവരോടും ഒരു ഹൃദയത്തോടെ എന്നെ പോലെ തന്നെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഹൃദയം എത്ര പേർക്കുണ്ട്? ഞങ്ങളെ പോലൊന്നും പോട്ട, അയൽക്കാരനെ പോലെങ്കിലും ഒന്ന് കാണാം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കുറവ് പറയുന്ന ഒരു ദേവദാസൻ അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കുറവുകളെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ കുറവുകളെ ശരിക്കും പറയും. പക്ഷെ നിങ്ങൾ മറ്റൊരാളുടെ കുറ്റമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കൊന്നു. അത് മനസ്സിനകത്ത്, ഞാൻ ഏളിക്കുട്ടിയുടെ ഒരു കാര്യം ഉള്ളത്, മനസ്സിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നാളെ അത് ഞാൻ കുറ്റപ്പെടുത്താൻ തുടങ്ങും. എൻ്റെ മനസ്സിനകത്ത് കയറിയിരിക്കുന്ന സാധനം പിശാച് നേരെ അവളോടുള്ള വിദ്വേഷം, അത് കുറ്റപ്പെടുത്തൽ, അത് പറഞ്ഞു കൊടുക്കാൻ നേരിട്ട് ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ ആൻറ്റി, അതങ്ങ് എന്താ അങ്ങനെ ചെയ്തത് എന്ന് പറയത്തില്ല. എന്നിട്ട് മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ പറയുന്നത് എന്താ അറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ. അപ്പോൾ ഒരു കാര്യമാണ്, ഇപ്പം പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയില് അതങ്ങ് മാറ്റി സ്വർഗസ്ഥനായ പിതാവേ എന്ന് കുഴപ്പമിരുന്നു. എന്റെ കർത്താവേ, ഞങ്ങളുടെ പിതാവ് പോലെ സ്വർഗസ്ഥനായ പിതാവേ. മോനെ, അപ്പനേക്കാളും അമ്മയെക്കാളും ബന്ധമാണ് ഈ സഭയിലുള്ള ദൈവമക്കൾ. അറിയാമോ ഈ തെക്കമാലിയുടെ ദുഃഖം എന്താണെന്ന് മോൻ അറിയണം. നിന്റെ യഥാർത്ഥ കുടുംബം സ്വർഗീയ കുടുംബം, ദൈവരാജ്യത്തിന്റെ കുടുംബം. ഈ ഓമനപ്പിഴാറ്റിയുടെ വേദന എന്താണെന്ന് സമയത്തിന്റെ പരിമിതിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം. സ്വന്തം കുടുംബത്തിന്റെ കാര്യമാണ് ഉത്തരവാദിത്വം നോക്കേണ്ടത്. അതുപോലെ അതിനേക്കാൾ വിലയുള്ളതാ മക്കളെ വിളിക്കുന്ന ഓരോ അമ്മമാരും, ഓരോ സഹോദരന്മാരും, സഹോദരന്മാർ, ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് കേട്ടിയും കൊണ്ട് വിളിക്കണം. എൻ്റെ ചേട്ടനാണിത്, എൻ്റെ അനുജനാണിത്, എൻ്റെ ചേച്ചിയാണിത്, എൻ്റെ അനുജത്തിയാണിത്. ഞങ്ങളുടെ പിതാവ്. മനസ്സിനകത്തൊരു കയ്പ്, മനസ്സിനകത്തൊരു വിദ്വേഷം വെച്ചിരിക്കുന്ന വ്യക്തി ദയവി ചെയ്തിട്ട് ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കരുത്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ പിതാവേ. ഇപ്പം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ചുരുക്കോ. ചിലരിപ്പോ സ്വർഗസ്ഥനാണെന്ന് പറയത്തില്ല, ഞങ്ങളുടേതും പറയത്തില്ല, പിന്നെ ദൈവം പിതാവേ. അങ്ങല്ല അറിയുന്നല്ലോ. പ്രാർത്ഥനയല്ലേ? വേദപുസ്തകത്തിന്റെ പ്രാർത്ഥനയല്ലത്. വേദപുസ്തകത്തിന്റെ പ്രാർത്ഥന ദൈവം സ്വർഗസ്ഥനാണെന്ന് ഭൂമിയിലിരിക്കുന്നവരാണ് തിരിച്ചറിയണം. അവന്റെ സർവശക്തിയും അവന്റെ സർവജ്ഞാനവും സർവനീതിയും അവന്റെ ദിവ്യമായ സ്വഭാവങ്ങളെന്ന് തിരിച്ചറിയണം. 2, ഞങ്ങളെന്ന് പറയുന്ന ഒരു കുടുംബം നിനക്കൊണ്ടാണ്, ഒരു സഭ, ഒരു ലോക്കൽ ചർച്ചിനോട് ഹൃദയം പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒറ്റ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവികമല്ല, അത് ആത്മീകമല്ല. ദൈവം അതിനെ ശ്രദ്ധിക്കത്തും പോലുമില്ല. 3, പിതാവേ. പിതാവേ എന്ന് പറയുമ്പോൾ യേശു പിതാവിനെ എങ്ങനെ വിളിക്കുമോ അതേ സ്ഥാനത്താണ് നിങ്ങൾ ഞാനും. ഇവിടെയുണ്ടോ? സ്വർഗസ്ഥനാണ്, അവന്റെ സ്വഭാവം അറിയണം, അവന്റെ സർവശക്തി സർവജ്ഞാനം അറിയണം. ഒരാളോട് കൂട്ടുകൂടണമെങ്കിൽ അവൻ ആരാണെന്ന് അറിയണം. കൂട്ടുകൂടിയിട്ടുണ്ടോ? യഥാർത്ഥമായിട്ട് പിതാവും പുത്രന്റെ പരിശുദ്ധാത്മാവായിട്ട് കൂട്ടുകാരാണോ? ഇങ്ങനെ ആരാണെന്ന് അറിയാമോ? ആരാണ് അവന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അവന്റെ സ്വഭാവം തിരിച്ചറിയണം. 2, ഞങ്ങൾ. അവൻ എനിക്ക് ഷൈജുവിനെ കൊള്ളത്തില്ല, എനിക്ക് ഷൈജുവിനെ കൊള്ളത്തില്ല. പക്ഷെ ദൈവത്തിന് ഷൈജു വിലയേറിയവനാ. ദൈവത്തിന് ഷൈജു വിലയേറിയവനാ ആണോ? അതുപോലെ വേണം ഞാൻ കാണാൻ. എങ്ങനെ? ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെ നിങ്ങൾ വിലയേറിയവരാണ്. നിങ്ങൾക്ക് അവൻ വിലയേറിയവനാണ്. അത് പറഞ്ഞില്ലേ, എന്നോട് അങ്ങനെ കാണിച്ചു, എന്നോട് ഇങ്ങനെ കാണിച്ചു. നോ, അവൻ വിലയേറിയ ഒരു ആത്മാവുള്ള മനുഷ്യനാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്.
അവന്റെ ഭാഗത്ത് തെറ്റ് വരാം, കുറ്റം വരാം, കുറവ് വരാം. ദീർഘമായി ക്ഷമിക്കണം, ദീർഘമായി ക്ഷമിക്കണം. അവന് വേണ്ടി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചത് വരുത്താനല്ല. ആവശ്യങ്ങളിൽ ദുഃഖങ്ങളിൽ സഹകരിക്കണം. ഞങ്ങളുടെ പിതാവ്, ഞാൻ ഇത്ര പറഞ്ഞത്, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എന്ത് റിലേഷനാണ് അതല്ലേ? ഹല്ലേലൂയ. യേശുവിന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രാർത്ഥന, അതാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. യേശു എങ്ങനെയായിരുന്നു പിതാവിനോട് പ്രാർത്ഥിച്ചറിയാമോ? യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത് രാത്രി മുഴുവനും, പകല് മുഴുവനും അവൻ പറയുന്നത് ചെയ്യുന്നു. രാത്രി മുഴുവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന. എങ്ങനെ ബൈബിൾ പറയുന്ന പ്രാർത്ഥന? പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പിന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. പിന്നെ കർത്താവ് പഠിപ്പിച്ചെങ്ങനെ? നിങ്ങൾ ലക്ഷ്യം കൂടാതെ മുട്ടിക്കണം. നിങ്ങൾ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ലൂക്കോസ് 11 ലക്ഷ്യം കൂടാതെ, ലൂക്കോസ് 18 മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കുന്നു. എന്താണ് വല്ലാത്ത പ്രാർത്ഥന? വല്ലാത്ത പ്രാർത്ഥന ഇവിടുത്തത്, ഈ ഭൂമിയിലുള്ളത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? എന്തോ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത്? വീട്, കാറ്, മോന്റെ ജോലി, സാമ്പത്തികം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്താ പറഞ്ഞത്? വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയെടുത്തിട്ട് നാം ഒരു പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ചാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ലൂക്കോസ് 18:9 വായിക്കുക. മനുഷ്യപുത്രൻ വരും, വിശ്വാസം കണ്ടെത്തുമോ? അതിന്റെ 18-ാം അധ്യായത്തിന്റെ പുറകോട്ടും 17 വായിക്കണം. എന്താണ്? കർത്താവിന്റെ വരവാണ് വിഷയം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ കർത്താവെ, നീ വന്ന് രാജ്യം സ്ഥാപിക്കണം, ഈ ലോകത്തിൽ നിന്റെ രാജ്യം എന്നിൽ വെളിപ്പെട്ടു വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. മടുത്തു പോകാത്ത. ലൂക്കോസ് 11 പറയുന്ന പ്രാർത്ഥനയാണ് ലക്ഷ്യം കൂടാത്ത പ്രാർത്ഥന. ലക്ഷ്യം കൂടാതെ മുട്ടിക്കണം. കിട്ടിയില്ലെങ്കിൽ നീ ഇരുന്ന് മുട്ടി വെച്ചു പ്രാർത്ഥിക്കണോടാ എന്ന് പറയുന്ന ഉപദേഷ്ടാക്കന്മാർ എന്താണ് പറയുന്നത്? ലക്ഷ്യം കൂടാതെ പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യം ഒന്ന് പറയാമോ? സ്നേഹിതനോട് വന്ന് പറയുക, 3 അപ്പം വേണം. ലക്ഷ്യം കൂടാതെ മുട്ടിച്ചു. എന്നിട്ട് കഥ പറയുക, ദൂഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലക്ഷ്യം കൂടാതെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇടിവിടുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് അഭിഷേകം കിട്ടിയേ പറ്റൂ, എനിക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം വേണം, എനിക്ക് ദീർഘക്ഷമ വേണം, എനിക്ക് കർത്താവ് ദയ വേണം മറ്റുള്ളവരോട്, എനിക്ക് സഹനം വേണം, എനിക്ക് സഹിഷ്ണുത വേണമെന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എങ്ങനെ ഇവിടെ പറഞ്ഞറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗ്ഗസ്ഥനാവിതാണെന്നറിയാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ 10 കാശിന് വേണ്ടിയിട്ട് മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതല്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ സഹോദരന്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ്, നിന്റെ സഹോദരന്റെ നിത്യജീവന് വേണ്ടിയിട്ടാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ടാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. അപ്പൊ അത് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. നമുക്ക് അഡ്മിഷൻ വേണ്ടേ? പ്രാർത്ഥിച്ചേ പറ്റൂ. പക്ഷേ അഡ്മിഷൻ കർത്താവ് കരുതി വെച്ചിട്ടുണ്ടെന്ന് കൂടെ വിശ്വസിക്കണം. എന്റെ അപ്പനാണെന്ന് വിശ്വസിക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്റെ അപ്പനാണെന്ന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ സജന് ഇവിടുത്തെ മന്ത്രിയാണെങ്കിൽ നിനക്കൊരു അഡ്മിഷൻ തരാൻ പറ്റത്തില്ലേ? പറ്റും. സുഖമായിട്ട് ഒരു സ്കൂളിലാണ് വേണ്ടത്, ഒരു അഡ്മിഷൻ അവന്റെ കെയർ ഓഫിൽ തരാൻ പറ്റും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പ്രതീക്ഷിക്കുന്ന വിഷയം ഏറ്റവും നല്ല സ്കൂളിൽ തരാൻ എനിക്കൊരപ്പൻ സ്വർഗത്തിലുണ്ട്. വിശ്വാസമാണ് അവിടെ വേണ്ടത്, ആശ്രയമാണ് വേണ്ടത്. അവനെ അറിയണം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ
ദൈവം അറിയുന്നു എന്നും സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആവശ്യങ്ങൾ അറിയാം. അപ്പൊ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവ് പറയുക, എനിക്കറിയാം അതിന്റെ ആവശ്യം, എനിക്കറിയാം. ബന്ധമില്ലല്ലോ. എനിക്കറിയാം നിനക്ക് മകനുണ്ടെന്ന്, നിനക്ക് മകളുണ്ടെന്ന്, നിനക്ക് വീടുണ്ടെന്ന്, നിനക്ക് കാറുണ്ടെന്ന്, നിനക്ക് കടങ്ങളുണ്ടെന്ന്, ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് ഫെലോഷിപ്പ്, ആ സ്നേഹിതന്റെ ബന്ധം, ഒരു ഇന്റിമസി, ഒരു അഗാധമായ കൂട്ടായ്മ ബന്ധമുണ്ട്. എൻ്റെ കർത്താവ് പറയാം, അതിലൂടെ എനിക്കറിയാം അതിൻ്റെ ആവശ്യം. മോനെ, എനിക്കറിയാം അതിൻ്റെ ആവശ്യം. പിന്നെ ഞാൻ അതിനുവേണ്ടി കിടന്ന് ഉപസിക്കും, ഞാൻ അതിനുവേണ്ടി കിടന്ന് കരയും. കർത്താവ് താമസിച്ചാൽ നല്ലത്. ഒരു നമുക്കുള്ള ഭൂമിയിലെ നന്മ താമസിച്ചാൽ നന്മ നല്ലത്. പിന്നെ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്താ മോളെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത്? ഭൂമിയിൽ മനുഷ്യപുത്രൻ വരും, രണ്ടാമത് വരും കർത്താവ്. അന്ന് വിശ്വാസം പോലും കാണത്തില്ല, വെറും പറയത്തേ ഉള്ളൂ. ആ വിശ്വാസമില്ല. പിന്നെന്താ വിശ്വാസം? ഇവിടെ കിട്ടുന്നതിനെ കുറിച്ചാണ്, ഇവിടത്തെ കിട്ടുന്നതിനെ കുറിച്ചാണ് വിശ്വാസം. ഈ വിശ്വാസം ഭൂമിയിൽ വർദ്ധിക്കും, സത്യവിശ്വാസം കുറയും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ സാധനത്തെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു സാധനമായിട്ടാണ് കാണുന്നത്. എങ്ങനെ? കർത്താവ് തരുന്ന ഒരു സാധനം. അയ്യോ അല്ല, പരിശുദ്ധാത്മാവ് എന്ന ദൈവ സാന്നിധ്യമാണ്, ദൈവമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മൾ രക്ഷപ്പെടാതെ പൊട്ടിക്കേണ്ടത്. ഞാനിങ്ങനെ 38 വർഷം കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ, എനിക്ക് പരിശുദ്ധാത്മ. ഇപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടിയത് പോരാ. കിട്ടിയിട്ടില്ല തരാൻ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിയതൊന്നും എനിക്ക് പോരാ. ഞാൻ ഇപ്പോഴും നിർത്തില്ല. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, സാന്നിധ്യം വേണം, തേജസ് വേണം. ഹല്ലേലൂയ. ഞാൻ